ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ചിക്കൻ വരട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കുറച്ച് ചെറുള്ളി, അല്പം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ വലിയ ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക്, 2 സവാള, 2 മീഡിയം സൈസിലുള്ള തക്കാളി. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് പച്ചമണമൊക്കെ പോയി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ അത് നന്നായിട്ടൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.25 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് ഗരം മസാല പൊടിച്ചെടുത്തത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഞാൻ ഒരല്പം വെള്ളം ഒഴിക്കണുള്ളൂ, കാരണം നമ്മുടെ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ഗ്രേവി വറ്റുന്നവരെ നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു അല്പം
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.